സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുമക്കളെ, ആദ്യം തന്നെ ഇവർക്കും ഈ ഓശാന ഞായറിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേടുകയാണ്. ഒരിടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് ഈ പീഡാനുഭവ വായനയൊക്കെ വായിക്കുന്ന വെള്ളിയാഴ്ച, വിശുദ്ധ വാരം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ജീവിതത്തിൽ പീഡാസഹനത്തിന് അതിയായ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മളിതിനെ വെള്ളിയാഴ്ച എന്ന് വിളിക്കുന്നത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കർത്താവ് മരിച്ചു ഉദ്ധാനിച്ചത് അനുസ്മരിക്കുന്നത് കൊണ്ടാണ് നമ്മളിതിനെ വിശുദ്ധ വാരം എന്ന് വിളിക്കാൻ കാരണം. ഈ ആഴ്ചയിലേക്കുള്ള കവാടമാണ്, ഗേറ്റ്വേ ആണ് ഈ ഓശാന ഞായർ. ഈ ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ നേരുകയാണ്. നിങ്ങളെല്ലാവരും സുഖമാണോ? സുഖമല്ലേ? സുഖമാണ്. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓശാന ഞായറാഴ്ചയുടെ പ്രത്യേകത, കർത്താവിനെ ജനം രാജാവായിട്ട് സ്വീകരിച്ചുകൊണ്ട് ജെറുസലേം പട്ടണത്തിലേക്ക് സ്വീകരിച്ചതിൻ്റെ ഓർമ്മ നമ്മൾ ആചരിച്ചതാണ്. അതുകൊണ്ടാണ് നമ്മൾ കോൺവെന്റിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് ക്രിസ്തു രാജാവിനെ ഏറ്റുപറഞ്ഞുകൊണ്ട് കുരുത്തോലി ഏന്തി നമ്മൾ പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് വന്നത്. ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്നെ രാജാവായി സ്വീകരിക്കുവാനും നിന്റെ രാജ്യത്തിൽ അംഗത്വം നൽകുവാനും പ്രവേശിക്കാൻ കൃപ നൽകണം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പ്രദക്ഷിണം വന്നിട്ട് ആദ്യം ചെയ്യുന്നത് വികാരിയച്ഛൻ കുരിശുകൊണ്ട് ആ ആനപാദം 3 പ്രാവശ്യം മുട്ടും. അതിനെ പ്രതിദാനം ചെയ്യുന്നത് സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് മുമ്പിൽ മുട്ടി വിളിക്കുന്നതിന് പ്രതീകമായിട്ടാണ് നമ്മൾ കുരിശു കൊണ്ട് ആ കതവ് മുട്ടി നമ്മൾ ആ ദേവാലയം പ്രവേശിക്കാനുള്ള കാരണം ഒരു പ്രതീകമായിട്ട് നമ്മൾ വെച്ചിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെയും സ്വർഗരാജ്യ പ്രവേശിക്കാൻ കൃപ നൽകണമേ എന്നും നിന്റെ മുഖം ദർശിക്കാനുള്ള ശക്തി നൽകണമേ പ്രാർത്ഥിക്കുകയും നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്യാം. പെസഹായ്ക്ക് 7 ദിവസം മുമ്പാണ് യേശു ബഥാനിയയിലേക്ക് വരുന്നത്. ബഥാനിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശു എപ്പോഴും പ്രവേശിക്കുന്ന വീട് ലാസറിന്റെ വീട്ടിലാണ്. ലാസറിന്റെ സഹോദരിമാർ ഉള്ള ഭവനത്തിലാണ് യേശു കൂടെ താമസിക്കുന്നത്. കർത്താവ് ശിഷ്യന്മാരും ഒരു ജനം വരുമ്പോഴുമൊക്കെ ഈ ലാസറും സഹോദരിമാരെ കർത്താവിനെ സ്വീകരിച്ചിരുന്നത്. കർത്താവ് അവസാനമായിട്ട് ഭക്ഷണം കഴിച്ച് സദ്യ ഉണ്ട വീടാണ് ലാസറിന്റെ വീട്. കർത്താവിൻ്റെ ശിഷ്യന്മാരുണ്ട്, അതുപോലെ ഒരുപാട് നമ്മൾ ഈ കരോളിനൊക്കെ പോകുന്ന പോലെയുണ്ട്, ധാരാളം പേരുണ്ടോ. അപ്പൊ അവര് പെട്ടെന്നൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കും. ആ പലഹാരമാണ് കോഴിക്കോട്ട. അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഈ കോഴിക്കോട്ട ശനിയായിട്ട് ആഘോഷിക്കാൻ കാരണം. കർത്താവ് വെള്ളിയാഴ്ച തന്നെ അവിടെ എത്തി, ആ വീട്ടിൽ താമസിച്ചു. അന്ന് ആ ശനിയാഴ്ച അവിടെ ഒരു വിരുന്നുണ്ടായിരുന്നു, അതിൽ സംബന്ധിച്ചു. അത് അനുസ്മരിക്കുന്നതാണ് ഈ കോഴിക്കോട്ടെ ശനിയാഴ്ച നമ്മൾ ആഘോഷിച്ചിരിക്കുന്ന കോഴിക്കോട്ടെ പെരുന്നാളൊക്കെ. ഞായറാഴ്ച കർത്താവ് ജെറുസലേം ദേവാലയത്തിലേക്ക് വരിക. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവരെല്ലാവരും ഒരാടിനെ ബലി കഴിക്കണം. യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട 3 തിരുനാളുകളിലാണ് പെസഹ തിരുനാൾ, കൂടാര തിരുനാളൊക്കെ തിരുനാളുകൾ പ്രധാനപ്പെട്ട തിരുനാളുകളാണ്. പ്രായപൂർത്തിയായ എല്ലാ പുരുഷന്മാരും ആ സമയ തിരുനാളുകളിൽ ജെറുസലേമിലേക്ക് വരാൻ കാരണം അവർക്ക് ഒരു ദേവാലയമേ ഉള്ളൂ, അത് ജെറുസലേം ദേവാലയമാണ്. ആ ലോകത്ത് എവിടെയെല്ലാം യഹൂദന്മാരുണ്ടോ അവരെല്ലാവരും വരേണ്ടത് ജെറുസലേമിലേക്കാണ്. ഈ സമയത്ത് ഈ പെസഹ ആചരിക്കുമ്പോൾ എല്ലാ യഹൂദ പുരുഷന്മാരും അവരുടെ സമൂഹമെല്ലാം ഈ ജെറുസലേം പാലം പഠിച്ചിട്ടുണ്ട്. ഈ ജെറുസലേമിൽ നിങ്ങൾ എപ്പോഴെങ്കിലും പോയി കാണാൻ സാധിക്കും. ഈ ഒലിവുമല, ജെറുസലേം, ബഥാനി ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങൾ. നമുക്കിപ്പോഴും പോയാലും ഈ ഒലിവുമലയിലേക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമൊക്കെ അവർ മാറ്റി വെച്ചിട്ടുണ്ട്. കർത്താവ് പ്രാർത്ഥിച്ച സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കർത്താവ് എപ്പോഴും ചെയ്തിരുന്നത് ലാസറിനെ വീട്ടിൽ താമസിച്ച് ഞായറാഴ്ച ഈ ജെറുസലേം ദേവാലയം കർത്താവ് സന്ദർശിച്ചു. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് ജോഗ്രഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. കർത്താവിന് വേണ്ടി ഓശാനയ്ക്ക് വേണ്ടി ഒരുക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ അവിടെ ചെല്ലണം, and അവിടെ കഴുതി കിട്ടിയിരിക്കുന്നത് കാണും. അതിന് ചോദിച്ചാൽ കർത്താവിന് അവയെ ആവശ്യമുണ്ടെന്ന് പറയണം. ഇതാണ് കർത്താവ് നിർദ്ദേശിക്കുന്നത്. കർത്താവ് കഴുതപ്പുറത്ത് വരുന്നു. അണ്ട് ജനങ്ങൾ ആ സമയത്ത് വിളിച്ചു പറഞ്ഞു, കർത്താവിനെ രക്ഷിക്കണമേ എന്ന് വിളിച്ചു പറഞ്ഞു. ഓശാനയുടെ വാക്ക് കർത്താവ് രക്ഷിക്കണമേ എന്നാണ്. ഇതിലൊരു പശ്ചാത്തലം കൂടിയുണ്ട്. നമ്മൾ ബെത്ലഹേമിൽ ജെറുസലേമിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും കുറവുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിക്കാനുള്ള വെള്ളമാണ്. അവിടെ എവിടെയും വെള്ളം സർവ് ചെയ്യില്ല. ഹോട്ടലിൽ പോയാലും വെള്ളം തരില്ല.
അവർ ഭയങ്കര സ്കേഴ്സിറ്റിയാണ്. വെള്ളം എവിടെയില്ല. വളരെ അമൂല്യം. നമ്മൾ കുപ്പി വെള്ളം മേടിക്കണം $1 കൊടുക്കണം. അത്രമാത്രം വെള്ളമില്ലാത്ത ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ജെറുസലേം പ്രദേശത്തൊക്കെ. ബെത്ലഹേമിലേക്ക് ഒരു പച്ചപ്പുണ്ടെങ്കിലും ആ പ്രദേശത്ത് എവിടെയും നമുക്ക് വെള്ളം അത്ര സംലഭ്യമല്ല, അത്ര അവൈലബിൾ അല്ല. അപ്പോൾ ഇവരെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ കൂടാതെ പെസഹ ആചരിക്കുമ്പോൾ, ആ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു വലിയൊരു പൂജയിൽ വെള്ളം നിറയ്ക്കും. വലിയൊരു പൂജയിൽ വെള്ളം നിറച്ചിട്ട് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു ഒരു 7 പ്രാവശ്യം ഈ ഇതിന് ചുറ്റും വലയം വെക്കും. എന്നിട്ട് മുകളിൽ നിന്ന് ഈ കുടം വെള്ളം കമത്തും, താഴ്ത്തി കമത്തും. അവരെ പ്രാർത്ഥികർത്താവ് ഞങ്ങൾക്ക് ജലം സമൃദ്ധമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആചാരമാണ് ഓശാന ഗീതത്തിലെ പാട്ടുകൾ. ആ സമയത്താണ് കർത്താവ് വിളിച്ചു പറയുന്നത്, തിരുനാൾ മഹാദിനത്തെ അവസാനത്തിൽ കർത്താവ് വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുണ്ട് പക്കൽ കുടിക്കട്ടെ. കർത്താവ് പ്രസ്താവിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഈ അവസരത്തിലാണ് ഇവർ പ്രാർത്ഥിച്ചിരുന്നത്. ഓശാന എന്ന വാക്ക് ഇവർ പ്രാർത്ഥിച്ചിരുന്നത്, ഈ ഞങ്ങൾ രക്ഷിക്കുന്നത് പ്രാർത്ഥിച്ചിരുന്നത് ജലത്തിന് വേണ്ടി, ജലത്തിന് വേണ്ടി, വാട്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതാണ് അവരുടെ ജൂയിഷ് കോണ്ടെക്സ്റ്റുള്ള പ്രാർത്ഥന. ഇനി ഇതിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. കാരണം ഇവര് റോമൻ സൈന്യത്തിന്റെ അധീനതയിലാണ്. ദേവർ അണ്ടർ ദി കൺട്രോൾ ഓഫ് റോമൻസ്. അപ്പൊ ഇപ്പോൾ ഇസ്രായേലിനെ പ്രാർത്ഥിക്കുക, നിങ്ങൾ രക്ഷിക്കാൻ ഒരാൾ വരണം. ഇവരെല്ലാവരും പ്രതീക്ഷ ഞങ്ങൾക്ക് ഒരു രാജാവ് കടന്നു വരും ഞങ്ങൾ രക്ഷിക്കാനായിട്ട്. അവർ വന്ന് പീലാത്തോസിന് അരമന തകർത്ത് ഇവർ രക്ഷിക്കുമെന്നുള്ളതാണ് ഈ യഹൂദരുടെ എല്ലാവരും വിശ്വസിച്ചത്. ഇതാണ് ഇതിന്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഹിസ്റ്റോറിക്കല്, ജോഗ്രഫിക്കല്, പൊളിറ്റിക്കൽ, ഇതാണ് ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇനി കർത്താവ് ശിഷ്യന്മാരുടെ നിങ്ങൾ എതിരെ ചെന്ന സ്ഥലത്ത് കാണണം, അവിടെ ഒരു കഴുകുട്ടി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ എന്താ പറയണം? അതിനെ അഴിച്ചുകൊണ്ട് വരണം. ശിഷ്യന്മാർ പോയി അതിനെ അഴിച്ചുകൊണ്ടുവരും. ഇതാണ് അതിന്റെ പ്രിലിമിനറി ആയിട്ട് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം. അഴിച്ചുകൊണ്ട് വരലാണ് ഇതിന് ഏറ്റവും വലിയ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്രിക്കറ്റ് കാണാറുണ്ടല്ലേ? IPL കാണാറില്ലേ? IPL എത്ര കോടി ജനങ്ങൾ കാണാറുണ്ട്? എത്ര കോടിയാണ്? എത്ര വ്യൂവേഴ്സ് ഉണ്ട് IPL? ഫ്രണ്ട്സ് ആയിട്ടോ എത്ര വ്യൂവേഴ്സ് ഉണ്ട്? 23 crores നമ്മൾ ഈ IPL പ്രാവശ്യം കണ്ടത് 23 crores. ഈ ആഴ്ച, ഈ 2 ആഴ്ച, കഴിഞ്ഞ മാസത്തിൽ നെറ്റ്ഫ്ലിക്സിൽ ഒരു പുതിയ വെബ് സീരീസ് ലോഞ്ച് ചെയ്തു. അതിന്റെ പേര് അഡോളസൻസ് എന്ന് പറഞ്ഞാൽ അഡോളസൻസ്. അത് 2 ആഴ്ച കൊണ്ട് കണ്ടത് 63 മില്യൺ ആൾക്കാരാണ്. ഞാൻ ആ സീരീസ് കണ്ടു. 63 മില്യൺ അഡോളസൻസ് എന്ന വെബ് സീരീസ് കണ്ടത്. അതിന് 4 സീരീസ് ഉണ്ട്. ഞാൻ ആ സീരീസ് 4 കണ്ടു. അതിൻ്റെ പശ്ചാത്തലം ഞാൻ നിങ്ങളോടൊന്ന് പറയാം. അതിൻ്റെ പശ്ചാത്തലം ഇതാണ്. ജെയ്മി എന്ന് പറയുന്ന 13 വയസ്സുകാരൻ, ചെറിയ ഒരു പയ്യൻ, 13 വയസ്സ്. അവനെ വിശേഷിപ്പിക്കുന്നത് ജുവനയിലാണ്. അവൻ തന്നെ വിശേഷിപ്പിക്കുന്നത് ജസ്റ്റ് 13 years. സിനിമ ആരംഭിക്കുന്നത് ഇവൻ ശാന്തമായിട്ട് രാവിലെ കിടന്നുറങ്ങുമ്പോൾ പോലീസ് ജെയിൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി അവനെ അറസ്റ്റ് ചെയ്യുക. അവൻ്റെ അപ്പനമ്മയും പറയുന്നുണ്ട്, ഞങ്ങളുടെ മകൻ നിഷ്കളങ്കനാണ്, ഇവനെ അറസ്റ്റ് ചെയ്യരുത്, ഞങ്ങളുടെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ അവനോട് ചോദിച്ചു, അപ്പന് കൂടെ വരാമെന്ന്. അപ്പന് കൂടെ വന്നു. സ്റ്റേഷനിൽ വെച്ച് അവന്റെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പൻ പറഞ്ഞു, സാറേ, എൻ്റെ മോൻ തെറ്റ് ചെയ്യില്ല, എൻ്റെ മോൻ ഒരു കാരണവശാൽ അങ്ങനെ ചെയ്തു, കാരണം എൻ്റെ മകൻ നല്ലൊരു മകനാണ്, ആരോടും ചോദിക്കാൻ, ഇവൻ ആരോടും വഴക്കുണ്ടാക്കിയൊന്നും പോയിട്ടില്ല എന്ന് പറയുകയാണ്. ഇവരോട് ഒരുപാട് പേര് ചോദിച്ചു, ഇവരൊന്നും മിണ്ടുന്നില്ല. പോലീസുകാരൻ പറഞ്ഞു, KT എന്ന് പറഞ്ഞ പെൺകൊച്ചിനറിയാമെന്ന് ചോദിച്ചു. ക്ലാസ്സിലെ കുട്ടിയാണ്. അവ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. അന്നെ CCTV ഫുട്ടേജ് സിനിമയിൽ കാണിക്കുന്നത് ഇവൻ ആ പെൺകൊച്ചിനെ 7 പ്രാവശ്യം കുത്തി കൊലപ്പെടുത്തി. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. ബെൻകോൺ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളോടൊക്കെ ഇവൻ കൊലപ്പെടുത്തിയ കത്തി കണ്ടുപിടിക്കാൻ വേണ്ടി അന്വേഷിക്കുക. അപ്പോൾ പോലീസ് ഓഫീസറുടെ മകൻ ആ ക്ലാസ്സിൽ പഠിക്കുന്ന അവരുടെ ഫ്രണ്ട്, അവരുടെ മകൻ അതേ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ കത്തി അവിടെ നിന്ന് ആരും പറയുന്നില്ല, എല്ലാവരും ഒരു നിഗൂഢത മറച്ചു വെക്കുകയാണ്. അപ്പൊ ഈ ബെൻകോണി എന്ന് പറഞ്ഞ മകൻ അപ്പനോട് പറയണം, അപ്പ എനിക്ക് അപ്പനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അതിന്റെ അപ്പനെ വിളിച്ചിട്ട് തനിച്ച് മുറിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് അപ്പനോട് മോൻ പറയുകയാണ്, അപ്പനിങ്ങനെ നാണം കെടരുത്. അപ്പൊ അപ്പൻ ചോദിച്ചു, മോനെ നീ കത്തി എവിടെയെന്ന് പറഞ്ഞു. അപ്പൊ ആ കത്തിയൊന്നല്ല ഇതിന്റെ പ്രശ്നം. അപ്പോൾ ഞങ്ങളെ കുറിച്ച് എന്തറിയാം?
മോൻ അപ്പനോട് ചോദിക്കുകയാണ്. അവിടെ മോൻ അപ്പനോട് പറയുകയാണ്, അപ്പൻ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുണ്ടോ? അപ്പൊ അവൻ പറയണം, മോനെ നീ വലിയ വലിയ കാര്യങ്ങൾ കൂടെ സംസാരിക്കരുത്. അണ്ടാ പറയാണ്, ഞങ്ങളുടെ ചാറ്റുകൾ അപ്പൻ കണ്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ജെയിനിയുടെയും കാറ്റിന്റെയും മെസ്സേജസ് ഇൻസ്റ്റയിൽ അപ്പൻ കണ്ടിട്ടുണ്ട്. അപ്പൊ മോൻ അപ്പനോട് പറയുകയാണ്, ഇതിലെ ഇമോജി ഇതിന്റെ സിമ്പിൾസ് അച്ഛൻ അപ്പൻ അറിയോ എന്ന് ചോദിച്ചു. മോൻ എനിക്കറിയത്തില്ല. അവിടെ മോൻ അപ്പനോട് പറയുകയാണ്, ഞങ്ങളെ അപ്പൻ മനസ്സിലാക്കണം. അവിടെ പറയുകയാണ്, ഇതിലെ ഇമോജിയിലെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇത് പറയുകയാണ്. അവിടെ പറയുകയാണ്, ഈ ഇമോജീസിലൊക്കെ ഒരു അർത്ഥങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങളെ കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മോൻ അപ്പനോട് കാര്യങ്ങൾ പറയുകയാണ്. പോലീസ് ഓഫീസർ സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവരുടെ ചാറ്റുകൾ വീണ്ടും പരിശോധിച്ചു. എമോസ്ഫിയർ എന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. ഇൻസെൽ എന്ന് പറഞ്ഞിട്ട് ആധുനിക കാലഘട്ടത്തിൽ ഈ 13 വയസ്സുകാരൻ ചാറ്റ് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന അപകടങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഈ കേറ്റി ജെയിമിനെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ജെയിനുമായുള്ള ഒരു കൗൺസിലിംഗിൽ ജെയിനോട് അവർ ചോദിച്ചു, നിന്നെ എന്താണ് ഇവിടെ കൊലപ്പെടുത്താൻ പ്രേരിപ്പിച്ചത്? അവൻ പറയുകയാണ്, ഐ ആം അഗ്ലി. എന്നെ കാണാൻ കൊള്ളില്ല എന്ന് കേക്ക് ഇതിന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ അറിയിച്ചപ്പോൾ ഞാൻ അവനെ കുത്തിയെന്ന് ഈ ജെയിനി കൗൺസിലിംഗിലൂടെ പറഞ്ഞു വെക്കുകയാണ്. സീരീസ് അവസാനിപ്പിക്കുമ്പോൾ അപ്പനും അമ്മയും തന്റെ മുറിയിൽ സംസാരിക്കുകയാണ്. അവന്റെ അപ്പൻ ജെയിനിയുടെ അപ്പൻ അമ്മ പറയുകയാണ്, ഡാഡി, ഞാൻ രാത്രിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടി ഡൈനിങ് റൂമിലേക്ക് പോകുമ്പോൾ രാത്രിയിൽ ഇവരെ മുറിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നു 1 മണി 2 മണിക്ക്. ഞാൻ ജെയിനിനെ വിളിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യും. ഞാൻ ഒരിക്കലും അന്വേഷിച്ചിട്ടില്ല ഇവൻ എന്താ നോക്കുന്നതെന്നും. അവന്റെ അമ്മ പറയുകയാണ്, ഒരു കഥ പറയുമ്പോൾ ഇവന്റെ ജീവിതത്തിലേക്ക് 1000 കഥവുകൾ തുറന്നു വയ്ക്കപ്പെടുകയാണ്. ഇവന്റെ സ്വകാര്യ മുറിയിൽ ഒരു കഥ അടയുമ്പോൾ മറ്റാരും കാണാതെ പ്രവേശനമില്ലാത്ത 1000 കഥകൾ അവന് മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. അപ്പൻ അവസാനം അവൻ ബൊമ്മ ടോയ് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ കുറച്ചുകൂടിയും എൻ്റെ മകനെ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു പൊട്ടിക്കരയുകയാണ്. പ്രിയമുള്ളവരെ, ആ അപ്പനും അമ്മയും പൊട്ടിക്കരയുകയാണ്. ഞാൻ കുറച്ചുകൂടി എൻ്റെ മക്കളെ മനസ്സിലാക്കേണ്ടതായിരുന്നു പറയുകയാണ്. 1997 മിസ് യൂണിവേഴ്സ് പങ്കെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള ഒരു സുന്ദരി ഉണ്ടായിരുന്നു. 4ാം റൗണ്ടിലെത്തിയപ്പോൾ അവരോട് ചോദ്യം ചോദിച്ചു, വാട്ട് ഈസ് ഇൻജസ്റ്റിസ്? ഒരു ചോദ്യം ചോദിച്ചു. അവൾ ഇപ്രകാരം മറുപടി പറഞ്ഞു, ലോകത്തിലേക്ക് ഒരു ശിശു വന്ന് പിറക്കുമ്പോൾ അവർക്ക് അവൾക്ക് വേണ്ടത്ര സമാധാനം കൊടുക്കാത്ത ഒരു അന്തരീക്ഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനീതി എന്ന് പറയുകയാണ്. ഒരു ശിശു കുടുംബത്തിൽ വന്ന് പിറക്കുമ്പോൾ ആ ശിശുവിന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ സമാധാനം കൊടുക്കാത്ത രീതിയിൽ കൊടുക്കുന്ന അന്തരീക്ഷമാണ് ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് എന്ന് പറയുകയാണ്. കഫർനാം എന്ന് പറയുന്ന ഒരു ചെറിയ ഡ്രാമയുണ്ട്. അതൊരു കൊച്ചുകുട്ടി കോടതിയിൽ എന്ന് പറയുകയാണ്, വക്കീല് ജഡ്ജെ എനിക്കൊരു കേസ് കൊടുക്കാനുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താണ് നിന്റെ കേസ്? അവൻ പറയുകയാണ്, എനിക്ക് എന്റെ പാരന്റ്സിനെതിരെയാണ് എന്റെ കേസ്. ജഡ്ജി ചോദിച്ചു, എന്താണ് എനിക്ക് പാരന്റ്സിന്റെ കേസ്? എന്നെ ജനിപ്പിച്ചതിന് ഞാൻ എന്റെ പാരന്റ്സിന്റെ കേസ് കൊടുക്കുന്നു. എന്നെ ജനിപ്പിച്ചതിന് ഞാൻ എന്റെ പാരന്റ്സിന്റെ കേസ് കൊടുക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ഡ്രാമയിൽ ആ കൊച്ചുകുട്ടി കോടതിയെ സമീപിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ചെന്ന് ആ കഴുതയെ അഴിച്ചുകൊണ്ടാൻ വരുമ്പോൾ പ്രിയമുള്ളവരെ, അത് ഡെലിവറൻസിന്റെ മേഖലയിൽ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുമെല്ലാം പ്രിയമുള്ളവർ, നമ്മുടെ മക്കളൊക്കെ ഏതൊരു മേഖലയിൽ കെട്ടപ്പെട്ടിരിക്കുകയാണ്. ഈ നോശാലിതാൻ ആഘോഷിക്കുമ്പോൾ കർത്താവിന് വേണ്ടി കർത്താവ് കഴുതയെ വിടുവിച്ചെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് കർത്താവെ ഓശാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഒരു കൊച്ചുകുട്ടിയുടെ ഒരു മുറി അടയുമ്പോൾ മൊബൈലിലൂടെ ഗാഡ്ജറ്റ്സിലൂടെ പ്രിയമുള്ളവരെ 1000 കഥവുകളിലൂടെയാണ് ഇന്ന് നമ്മുടെ മക്കളൊക്കെ അടിമകളായിട്ട് മാറ്റപ്പെടുന്നത്. ഇന്ന് കയ്യിൽ കുരുത്തോലയേന്തി നമ്മൾ ലാഘവബുദ്ധിയോടെ ഒരിക്കലും ചിന്തിച്ചേക്കരുത്,
ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ ജനത തന്റെ ക്രിസ്തുവിനെ എതിരേറ്റ വെറും ഒരു കുരുത്തോലയുടെ ഒരു മലയുടെ പ്രതീകമാണെന്നും ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചേക്കരുത്. എന്ന് ഞാൻ നിങ്ങളുമെല്ലാം പ്രിയമുള്ളവരെ ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ മൊബൈലുകളുടെ അടിമത്തത്തിലൂടെ നടത്തിയിരിക്കുന്ന അതിക്രൂരമായ കാലഘട്ടത്തിലൂടെ ഞാൻ നിങ്ങൾ കടന്നു പോവുകയാണ്. ഓരോ മാതാവും പിതാവും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ദൈവത്തോട്, കർത്താവേ, ലോകത്തിന്റെ തിന്മയായ വലയത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഇപ്രകാരമുള്ള ഒരു വിടുതലിന് വേണ്ടി, ഡെലിവറൻസിന് വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ, പ്രാർത്ഥിച്ചില്ലെങ്കിൽ നമ്മൾ അടിമത്തത്തിൽ ആയി പോകും. അതില് കൗൺസിലിന്റെ സമയത്ത് ജയിനോട് കൗൺസിൽ ചോദിക്കേണ്ടത്, വാട്ട് ഡു യു സീ ഇൻ ദ യൂട്യൂബ് ചോദിക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, ഐ സീ വിമൻ, ഞാൻ സ്ത്രീകളെ കാണുകയാണ്. അപ്പൊ കൗൺസിൽ ചോദിക്കുകയാണ്, 13 വയസ്സായി നിനക്ക് എങ്ങനെ നിന്റെ കണ്ണുകളെ ഇപ്രകാരം തിന്മയിലേക്ക് ചായുന്നവരെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, ഐ ഡു നോട്ട് നോ, എനിക്കറിയില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കണ്ണുകളൊക്കെ എന്തുമാത്രം ശുദ്ധമായ കണ്ണുകളാണ്. യേശുവിനെ കാണുന്ന നമ്മുടെ കണ്ണുകളുടെ ശരീരമെല്ലാം ഇന്നും അടിമത്തത്തിലാണോ? ഏതെങ്കിലും തിന്മയുടെ അടിമത്തത്തിലാണെങ്കിൽ പ്രിയമുള്ളവരെ, ആ തിന്മയുടെ അടിമത്തം നമ്മളെ മാത്രമല്ല നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളെയും അടിമത്തത്തിലാക്കിയിരിക്കുന്ന കാര്യം ഒരിക്കലും നമ്മൾ വിസ്മരിച്ച് കളയരുത്. Either the father or the mother, if he or she is prone, is a slave, if to any of the sins of this world, that sin will surely attack not only his or her personality, but the whole family will be attacked by the satanic forces. പ്രിയമുള്ളവരെ, മുറിയുടെ യാമങ്ങളിലുമൊക്കെ മാതാപിതാക്കൾ ഒരു പക്ഷേ രഹസ്യമായി കാണുന്ന ചിത്രങ്ങൾ പോലെ പ്രിയമുള്ളവരെ കുടുംബങ്ങളെ സ്വാധീനിക്കാൻ തക്കമുള്ള അന്ധകാര ശക്തികൾ അത്രമാത്രം പ്രബലമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്തൃശ്രീമോട് പറയുകയാണ്, അതിനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവർ കൊണ്ടുവന്നു, കഴുതപ്പുറത്ത് കർത്താവ് കയറിയിരുന്നു. പ്രിയമുള്ളവരെ, എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, മക്കളുടെ ജീവിതത്തിൽ കർത്താവിന് എന്തുമാത്രം സ്ഥാനമുണ്ട്. സംഗീതം 84:10 പ്രകാരം പറഞ്ഞു പഠിപ്പിക്കുകയാണ്, അങ്ങേ സ്ഥലത്ത് 1000 ദിവസത്തേക്കാൾ കർത്താവെ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കഴിയുന്നതിനുള്ള ആഗ്രഹമെന്ന് സങ്കീർത്തകൻ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലൊക്കെ കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, എന്തുമാത്രം വിശുദ്ധിയോടുകൂടി, എന്തുമാത്രം ദീക്ഷതയോടുകൂടി പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുമെല്ലാം കുടുംബ പ്രാർത്ഥന സംബന്ധിക്കുന്നുണ്ട്. വിശുദ്ധയിൽ സംബന്ധിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുമൊക്കെ എന്തുമാത്രം സ്വാതന്ത്ര്യത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും ഗാഡ്ജറ്റ് ഫ്രീ ആണോ, അത് ഗാഡ്ജറ്റ് സ്ലേവ് ആണോ? അപ്പൊ പുതിയൊരു ട്രെൻഡ് നമ്മുടെ ലോകത്ത് വരുന്നുണ്ട്. അവിടെ ഇപ്രകാരം പറയുന്നത്, ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മക്കളും പാരൻസും ഒരു ബാസ്ക്കറ്റിൽ അവരുടെ മൊബൈൽ ഇട്ട് വെക്കണം. അവർക്ക് ആവശ്യം മെസ്സേജ് കാണാം, തിരിച്ച് ആ ബാസ്ക്കറ്റിൽ ഇടണം. ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണ് പുതിയ ലോകം. അവർ പറയുകയാണ്, പ്രൈവറ്റ് സ്പേസ് ആരും തന്നെ മൊബൈൽ എടുക്കരുത്. ആരും എടുക്കരുത്. നിങ്ങൾ മെസ്സേജ് കാണാം, മെസ്സേജ് ചെയ്യേണ്ടത് കോമൺ ഒരു പാത്രത്ത് ആ മൊബൈൽ അവിടെ വെച്ചിരിക്കണം. പ്രിയമുള്ളവരെ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഓശാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, കുടുംബത്തിൽ സമാധാനം നിലനിൽക്കണം. കുടുംബത്തിൽ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുവാനും, അപ്പനും അമ്മയും മക്കൾ ഒരുമിച്ച് സംസാരിക്കുവാനും, അപ്പനെയും മക്കൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുമുള്ള ഒരു സ്നേഹ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ നമ്മൾ ഈ ഓശാന ഞായറാഴ്ച പ്രാർത്ഥിക്കേണ്ട വലിയൊരു മേഖലയാണ്. മൂന്നാമതായിട്ടൊക്കെ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ഒരുക്കുമ്പോൾ കർത്താവ് അവരോട് നിർദ്ദേശിച്ചയക്കുകയാണ്, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ യാത്രയാവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒളിനാനി പോകുമ്പോൾ കാണാൻ സാധിക്കും, കർത്താവ് ഈ ഓശാന പാടി വരുന്ന മല ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അവിടെ ഇങ്ങനെ 2 കൈവഴികളുണ്ട്. നിങ്ങൾ അവിടെ എപ്പോഴും പോകുമ്പോൾ കാണാൻ സാധിക്കും. 2 സ്ഥലത്തേക്ക് ആ റോഡ് തിരിയും. ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അത് ജെറുസലേം ദേവാലയത്തിലേക്കാണ്. കുറച്ചുകൂടെ വൈകുന്ന ജെറുസലേം ദേവാലയം കാണാം, ലെഫ്റ്റിലേക്കാണ്. റൈറ്റ്സിലേക്ക് പോകണമെന്നുള്ളത് അവിടെ ഒരു അന്റോണിയസ് കോർട്ട് എന്നൊരു കോർട്ടുണ്ട്. നമ്മുടെ ഗൈഡ് പോകുമ്പോൾ നമ്മളെ അവരൊക്കെ അത് കാണിച്ചു തരും. ഒരു അന്റോണിയസ് കോർട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഓശാന ഞായറാഴ്ച ആയതോടുകൂടി ഈ പീലാത്തോസ് വലിയ സൈന്യം നമ്മുടെ താവളം അടിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 2.5-3 ലക്ഷം ജനങ്ങളാണ് ഈ പെസഹ ആചരിക്കാൻ വേണ്ടി ദേവാലയത്തിലേക്ക് വരുന്നത്. ദേവാലയം ഏകദേശം 13 ഏക്കറോളം വലിയ വിസ്തൃതമായ ദേവാലയമാണ്.
അവിടെ 2-3 ലക്ഷം ആൾക്കാരാണ് എല്ലാ വർഷവും ഒരുമിച്ച് കൂടുന്നത്. അപ്പൊ ഈ കർത്താവ് വരുമ്പോൾ ജനം വിചാരിച്ചത് ഈ കർത്താവ് ചെന്ന് ഈ ആന്റോണിയസ് കൂട്ടിൽ ഇടപെട്ട് പീലാത്തോസിനെ വധിച്ച് കർത്താവ് രാജാവാകുമെന്ന് വിചാരിച്ചത്. പക്ഷെ കർത്താവ് പോയത് ജെറുസലേം ദേവാലയത്തിലേക്ക് പോയത്. അവിടെ ചെന്ന് കർത്താവ് ആദ്യം ചെയ്തത് ദേവാലയം ശുദ്ധീകരിച്ചു, കച്ചവടങ്ങളൊക്കെ എടുത്തു മാറ്റി ദേവാലയത്തെ ശുദ്ധീകരിച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഓശാന ആചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനാ മുറികളിൽ നമ്മൾ എന്തുമാത്രം ശ്രദ്ധയുള്ളവരാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥന, നമ്മുടെ വിശുദ്ധ ബലി, നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ, നമ്മുടെ പള്ളിയുടെ സംഘടനകൾ, നമ്മുടെ ആത്മീയ കാര്യങ്ങൾ നമ്മൾ എന്തുമാത്രം ശ്രദ്ധയുള്ളവരാണ്. നമ്മൾ ഈ ഓശാന ആചരിച്ചുകൊണ്ടൊക്കെ പ്രാർത്ഥിക്കർത്താവേ, ഞാനും എൻ്റെ മക്കളും വിശുദ്ധ ബലിയിൽ സജീവമായി പങ്കെടുക്കാൻ, പള്ളിയോട് ചേർന്ന് ജീവിക്കുവാൻ, സംഘടനകളിൽ തീക്ഷ്ണതയോടെ പങ്കെടുക്കുവാനുള്ള വലിയ കൃപ കിട്ടുന്നതായിട്ടൊക്കെ പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥന അതീവ ശ്രദ്ധയോടെ ചെല്ലാൻ സാധിക്കണം. ആ സമയങ്ങൾ പ്രിയമുള്ളവരെ, ആരും തന്നെ മൊബൈൽ ഫ്രീ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കണം. ചില കുട്ടികൾ ചോദിക്കും, അച്ഛാ അപ്പൻ അമ്മയും മൊബൈൽ ഉപയോഗിക്കുന്നില്ല, ഇപ്പം ഞങ്ങൾക്ക് ഉപയോഗിച്ചെന്ന കുഴപ്പം? ഒരു സാധാരണ ഒരു ചോദ്യമാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ മക്കളെ സ്നേഹത്തോടെ പറഞ്ഞ് പഠിപ്പിക്കണം. ഈ വെബ് സീരീസിൽ ഒരു കാര്യമാണ് അവരെ ചോദിപ്പിച്ചത്, ഈ ഫെൽറ്റ് ദാറ്റ് ഈസ് അഗ്ലി. അവര് വാട്സപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ അവളോട് പറഞ്ഞത് നീ കൊള്ളില്ല എന്ന് അവൾ പറഞ്ഞു. ഒരൊറ്റ കാര്യമാണ് പ്രകോപിപ്പിച്ചത്. പ്രിയമുള്ളവരെ, കുട്ടികളിലേക്ക് നിറത്തിന്റെ പേരിൽ, പൊക്കത്തിന്റെ പേരിൽ, വണ്ണത്തിന്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും കുട്ടികളെ വിമർശിക്കരുത്. നിങ്ങൾ കുട്ടികളെ ഒരിക്കലും തരം താഴ്ത്തരുത്. ചേട്ടനും അനിയനും അല്ലെങ്കിൽ ചേച്ചിമാരുണ്ടെങ്കിൽ അവരുടെ വിവേചനം കാണിക്കരുത്. ഈ കുട്ടികളെ സ്നേഹത്തോടെ കരുതലോടെ കൊണ്ട് നടക്കണം. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അവരെ സ്നേഹിച്ച് തലോടണം. ഒരുമിച്ച് കൊണ്ടടക്കാനുള്ള വലിക്കണം നമുക്ക് ഏറ്റവും വലിയ ആവശ്യം. പ്രിയമുള്ളവരെ, ഒരിക്കലും അവർക്ക് തോന്നിയാൽ എൻ്റെ അപ്പനമ്മ എനിക്ക് വേണ്ട, അവർക്ക് എന്നോട് താല്പര്യമില്ല, ഞാൻ കറുത്തതാണ്, ഇല്ലെങ്കിൽ ഞാൻ പൊക്കം കുറവാണ്, ഇല്ലെങ്കിൽ എനിക്ക് വണ്ണം കൂടെ ചിന്തിച്ച് പ്രിയമുള്ളവരെ വലിയൊരു മുറിവെല്ലാം അവശേഷിക്കും. വിവാഹിതരായാലും പ്രിയമുള്ളവരെ അവർക്ക് ഒരു ജീവിതം ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അവർ അടിമത്തത്തിലേക്ക് പോകും. നമ്മൾ യോജനയോട് പ്രാർത്ഥിക്കർത്താവെ, എല്ലാ മക്കളെയും അതേപോലെ സ്വീകരിക്കുക. നീ തരുന്ന ജീവിത പങ്കാളിയെ അതേപോലെ സ്വീകരിക്കുക. നീ തരുന്ന മാതാപിതാക്കന്മാരെ അതേപോലെ സ്വീകരിക്കാൻ ഞങ്ങൾ അടിമത്തത്തിലാകാതിരിക്കാൻ കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ഒരു മകനെയും ഒരു മകളെയും നിറത്തിൻ്റെയോ വണ്ണത്തിൻ്റെയോ പഠിപ്പിൻ്റെയോ കഴിവിൻ്റെ പേരിൽ നിങ്ങൾ തരം താഴ്ത്തരുത്. പരസ്യമായിട്ട് അവരെ കളിയാക്കരുത്. പരസ്യമായിട്ട് അവരെ അവഗണിക്കരുത്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കർത്താവെ, ദൈവം നൽകിയത് സ്വീകരിക്കാം, ദൈവം നൽകിയത് ഉൾക്കൊള്ളാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒരിക്കൽ കൂടി ഈ ഓശാന ഞായറിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഇടവർ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഏവർക്കും ഈ ഓശാന ഞായറാഴ്ച തിരുനാൾ ആശംസകൾ ഏറ്റവും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ നേരിക്കുക. പുതുവർഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ സ്വന്തം കാഴ്ച